ഉള്ളതുകൊണ്ടാണ് ശശി തൻ്റെ പ്രസംഗം കുറച്ചത്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ശശികുമാർ. ഞാനിങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല. എൻ്റെ മേഖല കലയും സംഗീതവും സാഹിത്യവും ഒക്കെയാണ്. അതൊരു ലഹരിയായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, മനുഷ്യൻ വളരെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഇങ്ങനെയൊരു ചില ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. മനുഷ്യൻ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന പോലെ എല്ലാവരുടെയും നടുവിലും നമ്മൾ ഓരോരുത്തരായി മാത്രം ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ വരുമ്പോൾ, ഈ ആൾക്കൂട്ടത്തിനിടയിലും എനിക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോൾ, എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴും എനിക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു. എൻ്റെ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ഏകനായിപ്പോയി എന്ന ചിന്ത വരുന്നു. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ മറ്റൊന്നിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരുപക്ഷെ അതേക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ച ആളുകളാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. ഈ ഏകാന്തത മാറ്റുക എന്ന് പറയുന്നതും വലിയ പ്രയാസം. അതിലൊരു മരുന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് തന്നെ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് സംഘം ചേരുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മരുന്നാണ്. അതിൻ്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അല്ല അതിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അതിൻ്റെ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അത് പഠിക്കുക, നിരന്തരം പഠനങ്ങളിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഏകാന്തത മെല്ലെ മെല്ലെ അകന്നു വരും. എന്നെപ്പോലുള്ള മറ്റേയാളെ കാണാൻ ശ്രമിക്കുക, എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുക.